ഹായ് മക്കളെ, ഫിസിക്സ് എക്സാമിന് അത്യാവശ്യം പഠിച്ച ഒരു കുട്ടി വെറുക്കുന്ന സെക്ഷനും ഒന്നും പഠിക്കാത്തവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് സെക്ഷൻ എ ആണ്. അതായത് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആ. കാരണം എന്താ, എടാ അറിയില്ലെങ്കിൽ തൊട്ടടുത്ത ആളോട് ചോദിച്ചാൽ മതി, എങ്ങനെയെങ്കിലും ചോദിച്ച് അവരൊരു ഒറ്റ വേർഡ് മതി ഒരു മാർക്ക് കിട്ടാൻ, അല്ലേ? റെഡി. അപ്പൊ നമുക്ക് കാര്യങ്ങളിലേക്ക് വരാം. 1 മാർക്ക് പൊതുവെ കുട്ടിക്ക് മാർക്ക് മിസ് ഔട്ട് ആവാറുണ്ട്. അശ്രദ്ധ നല്ല രീതിയിൽ വർക്കൗട്ട് ആവുന്ന സെക്ഷൻ ആണിത്. ചിലപ്പോൾ ചില ട്വിസ്റ്റുകളും ചില ചോദ്യങ്ങളും ഉണ്ടാവാറുണ്ട്. സോ കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങളെ കുഴപ്പിച്ച 1 മാർക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. നിങ്ങളെ കുഴപ്പിച്ചോ നിങ്ങൾ തന്നെ വിലയിരുത്തണം. റെഡി. മോഡൽ 2024 നമ്മൾ പുറകോട്ടാണ് പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഡയമെൻഷൻ. എപ്പോഴും ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചാപ്റ്റർ നമ്പർ 1 തന്നെ ആയിരിക്കും, അതിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. സോ ഈ വർഷവും നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചാപ്റ്റർ നമ്പർ 1 നിന്ന് തന്നെ ആയിരിക്കും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഡയമെൻഷൻ ഫോർമുല ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ml²T⁻². ml²T⁻². കണ്ടാൽ തന്നെ അത്യാവശ്യം അറിയുന്നവനെ അറിയാം, അത് എനർജി വർക്ക് ഒക്കെയാണ്. ഫോഴ്സ് അല്ല, മൊമെന്റ് അല്ല, അപ്പോൾ വർക്കാണ്, അല്ലേ? റെഡി. വർക്ക് അല്ലെങ്കിൽ എനർജിയും പോസിബിൾ ആണ്, പവർ അല്ലല്ലോ. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് സ്പീഡോമീറ്റർ ഓഫ് കാർ എന്താ തരിക? ആ സമയത്തുള്ള സ്പീഡാണ്, അതായത് ഇൻസ്റ്റന്റേനിയസ് സ്പീഡാണ്. ഇൻസ്റ്റന്റിലെ സ്പീഡാട്ടോ, വെലോസിറ്റി അല്ല, സ്പീഡാണ്. അടുത്തത് കറക്റ്റ് ചൂസ് ദ കറക്റ്റ് ആൾട്ടർനേറ്റീവ്, അതായത് വാല്യൂ ഓഫ് ആക്സലേഷൻ ടു ഗ്രാവിറ്റി വിൽ ബി മാക്സിമം അറ്റ്, യു നോ ഇറ്റ്, ഏതാടാ? പോളിലാണ് മാക്സിമം, എർത്തിന്റെ ഷേപ്പ് കാരണം, അല്ലേ? അടുത്തത് റേഷ്യോ ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ടു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന ചാപ്റ്റർ അറിയുന്നവനറിയാം. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ഡിവൈഡഡ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ അത് യങ്സ് മോഡുലസ് ആ, ഒന്നും നോക്കാനില്ല. അപ്പോൾ ബൾക്ക് മോഡുലസ് അതായിരുന്നു, അതൊക്കെ ചാൻസ് ഉണ്ട്, ഈ വർഷം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ബൾക്ക് മോഡുലസ് എന്ന് പറഞ്ഞാൽ വോളിയം സ്ട്രെസ് ബൈ വോളിയം സ്ട്രെയിൻ, അങ്ങനെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക, കണക്ട് ചെയ്ത് പഠിക്കുക. ഈ ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു നിങ്ങളുടെ മോഡലുള്ള, കാരണം ഇതിൽ പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് അല്ല, ഓപ്ഷൻസ് കറക്റ്റ് അല്ല. സർഫസ് ടെൻഷൻ ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ അതിൽ അവർ ആൻസർ കീയിൽ പറഞ്ഞിരുന്നത് സർഫസ് എനർജി ആണെന്ന് പറഞ്ഞു, പക്ഷെ അത് സർഫസ് എനർജി പെർ യൂണിറ്റ് ഏരിയ എന്നാണ് NCERT ടെക്സ്റ്റ് ബുക്കിൽ വരെ പറഞ്ഞത്. സോ ഇതൊരു തെറ്റായ ഒരു ക്വസ്റ്റ്യൻ ആണ്, കാരണം ക്ലാരിറ്റി കുറവാണ്. അപ്പോൾ അത് സർഫസ് ഏരിയ പെർ യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞാലാണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ചേഞ്ച് ഓഫ് സോളിഡ് സ്റ്റേറ്റ് ടു വേപ്പർ സ്റ്റേറ്റ്. സോളിഡിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് വേപ്പർ ആവുന്നതിനെ വിളിക്കുന്ന പേരായിരുന്നു മക്കളെ സബ്ലിമേഷൻ. ഇത് പല വർഷം വന്ന ക്വസ്റ്റ്യൻ ആട്ടോ. തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൽ നിന്ന് ഈ സബ്ലിമേഷൻ എന്ന ഒരു വെറൈറ്റി നെയിം ആയതുകൊണ്ട് തന്നെ എപ്പോഴും ചോദിക്കും. സോളിഡിൽ നിന്ന് ഡയറക്റ്റ് വേപ്പർ ആവുന്നത് ഏതാ? സബ്ലിമേഷൻ. അതിന്റെ എക്സാമ്പിൾ ഒന്ന് കമന്റ് ചെയ്യാമോ? ആ എക്സാമ്പിൾ ഒന്ന് കമന്റ് ചെയ്യണം, കാരണം എക്സാമ്പിൾ ബേസ് ചെയ്തിട്ടും ചോദ്യങ്ങൾ മുമ്പ് 2 മാർക്ക് സെഷനിൽ വന്നിട്ടുണ്ട്. ആരാ? ക്യാംഫർ ഒക്കെ ഒന്ന് കമന്റ് ചെയ്തേ. അപ്പോൾ അടുത്തത് ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് എ മോളിക്യൂൾ. ഇതും റിപ്പീറ്റഡ് ആണ്. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ കാണാം, ഈ ക്വസ്റ്റ്യൻ പലതവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ആവറേജ് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടോ? E ഈസ് ഈക്വൽ ടു 3/2 NKBT എന്നൊക്കെ എഴുതാം, അല്ലേ? വേണമെങ്കിൽ NRT എന്നുള്ള ടേമിൽ എഴുതാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇത് കോൺസ്റ്റന്റ് ഒക്കെ ഗിവൺ, ഇതിനൊക്കെ കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ഇത് നമുക്ക് എഴുതാൻ പറ്റുന്ന എന്താ? E പ്രൊപ്പോർഷണൽ ടു T എന്നാ. അപ്പോൾ പല ആൾക്കാർ ഇവിടെ ടെമ്പറേച്ചർ മാത്രം എഴുതാൻ ചാൻസ് ഉണ്ട്. പോരടാ, എന്താണ് അതിന് ഫുൾ കറക്റ്റ് ആൻസർ? എന്താ? അത് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ന് തന്നെ നിങ്ങൾ എഴുതണം. സോ തെർമൽ പ്രോപ്പർട്ടി അല്ല, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് നിങ്ങൾ എപ്പം പറയുമ്പോഴും അത് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ തന്നെ നിങ്ങൾ എഴുതണം കേട്ടോ, കെൽവിൻ സ്കെയിലുള്ള ടെമ്പറേച്ചർ തന്നെ എഴുതണം. റെഡി. അടുത്ത മാർച്ച് 2023 പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ചാപ്റ്റർ നമ്പർ 1 തന്നെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് ആണ്. 1 ആങ്സ്ട്രം, അതെപ്പോഴും ഓർത്ത് വെക്കുക. 10⁻⁻⁻ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കൊടുത്തിട്ടുണ്ട്, അല്ല 10⁻⁻⁻10 കേട്ടോ. കുറേ പേര് അശ്രദ്ധ കാരണം അത് ചാടി കയറി കൊടുത്തിട്ടുണ്ടാവും. അതല്ല, 10⁻⁻10 ആണ്, അതൊക്കെ അശ്രദ്ധയാണ്. അടുത്ത് ഡാഷ് ഈസ് ദ മെഷർ ഓഫ് ഇനേഷ്യ. ഇത് ഒരുപാട് പേരെ വെള്ളം കുടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഡാഷ് ഈസ് ദ മെഷർ ഓഫ് ഇനേഷ്യ. അവൊക്കെ ചില ആൾക്കാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ നേരെ എഴുതി, അല്ലേ? എടാ, ഇനേഷ്യയുടെ മെഷർ, ഇനേഷ്യ എന്ന് പറഞ്ഞാൽ മറ്റേ മൊമെന്റ് ഓഫ് ഇനേഷ്യയിലോട്ട് പോയിട്ടില്ല. ഇത് ലോസ് ഓഫ് മോഷനില. നമ്മുടെ ന്യൂട്ടൺ ഫസ്റ്റ് ലോയിൽ പറഞ്ഞ എന്താ? ഇനേഷ്യ. ബേസിക്കലി അതിൽ നിന്നാണ് എന്ത് വന്നത്? മാസ് വന്നത്. അപ്പം മാസ്സാണ് ഇവിടുത്തെ ആൻസർ. ഇത് ആ വർഷം കുറേ പേർക്ക് തെറ്റിപ്പോയിട്ടുണ്ടാവും. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് മാസ് എന്ന് ഓൺ ദ സ്പോട്ട് കിട്ടി? വീഡിയോ ഒന്ന് പോസ് ചെയ്ത് കിട്ടി എന്ന് പറയണം. ഒന്ന് കൈവെക്കുന്ന ഇമോജിടാ. എനിക്ക് തോന്നുന്നു അത്ര ഒരുപാട് പേരൊന്നും ഉണ്ടാവില്ല, ഉറപ്പുള്ള കാര്യം. ഒരുപാട് പേര് തെറ്റിച്ച ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് ട്രൂ ഓർ ഫോൾസ്. ഇലാസ്റ്റോമേഴ്സ് ഡു നോട്ട് ഒബേ ഹൂക്സ് ലോ. അപ്പം ഇലാസ്റ്റോമേഴ്സ് ഹൂക്സ് ലോ ഒബേ ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇലാസ്റ്റോമേഴ്സ് ഹൂക്സ് ലോ ഒരിക്കലും ഒബേ ചെയ്യില്ല. അപ്പൊ ഇതെന്താണ്? ഇത് ട്രൂ ആണ്. ഇത് ട്രൂ ആണ് കേട്ടോ. റെഡി. ഇതൊക്കെ കുറെ പേര് ആ വർഷം തെറ്റിച്ച, ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പർ ആ പേപ്പർ വാല്യൂഷൻ കണ്ടതാണ്. ദ പോയിന്റ് അറ്റ് വിച്ച് വോൾ മാസ് ഓഫ് ദ ബോഡി ഈസ് സപ്പോസ് ടു ബി കോൺസെൻട്രേറ്റഡ്. അതായത് എൻറ്റയർ മാസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഇവിടെ 2 ഓപ്ഷൻ ഞാൻ ഇപ്പം പറയാം. സെന്റർ ഓഫ് മാസും സെന്റർ ഓഫ് ഗ്രാവിറ്റി. ഏതാ?
സെന്റർ ഓഫ് മാസ് ആണോ സെന്റർ ഓഫ് ഗ്രാവിറ്റി ആണോ? കുറച്ച് പേര് സെന്റർ ഓഫ് ഗ്രാവിറ്റിന് ചാടിക്കയറി. ഇത് സെന്റർ ഓഫ് മാസ് ആണ്, മാസിനുമായി ബന്ധപ്പെട്ടല്ലേ. സോ സെന്റർ ഓഫ് മാസ്, COM, സെന്റർ ഓഫ് മാസ്, സെന്റർ ഓഫ് ഗ്രാവിറ്റി അല്ല, സെന്റർ ഓഫ് മാസ് ആണ്. വെയിറ്റിന്റെ ആണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി. അടുത്ത ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഫ്രം ലിക്വിഡ് ടു സോളിഡ്. എടാ ലിക്വിഡ് സോളിഡ് ആവാം, ലിക്വിഡ് സോളിഡ് ആവുന്ന പരിപാടി ചില ആൾക്കാർ ചിലപ്പോൾ ഇതിന് മറ്റേ ചോദിക്കാതെ ചാടി കയറി സബ്ലിമേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടാവും. എടാ ലിക്വിഡ് സോളിഡ് ആവാം, ഐസ് വെള്ളം ഐസ് ആവാം, ഫ്രീസിങ് എന്ന് നമുക്ക് പറയാം അല്ലെ, ഫ്രീസിങ് എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ സോളിഡിഫിക്കേഷൻ എന്നൊക്കെ പറയാം. അടുത്തത് ഇതാ, ഞാൻ തൊട്ട് മുമ്പത്തെ വർഷത്തെ ക്വസ്റ്റ്യൻ തന്നെ സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തു. കൈനറ്റിക് എനർജി ഓഫ് എ ഗ്യാസ് മോളിക്യൂൾ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു. ഇനി നിങ്ങൾ പറയണം, വീഡിയോ പോസ് ചെയ്ത് പറയണം, ഇതിന്റെ ആൻസർ എന്താ? ടെമ്പറേച്ചർ ആണോ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണോ? അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ് കേട്ടോ, അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ന് തന്നെ നിങ്ങൾ എഴുതണം. തൊട്ട് മുമ്പ് കണ്ടല്ലേ. ഇനി മോസ്റ്റ് ഫണ്ടമെന്റൽ പ്രോപ്പർട്ടീസ് ഓഫ് വേവ്, ഇതും കുറേ പേരെ കൊല്ലം വെള്ളം കുടിപ്പിച്ച. ഈ വർഷത്തെ 1 മാർക്ക് ഒരുപാട് പേർക്ക് മാർക്ക് മിസ്സായിട്ടുണ്ട്. എടാ ഫണ്ടമെന്റൽ പ്രോപ്പർട്ടി, എടാ വേവിന്റെ ഇക്വേഷൻ നമ്മൾ ടെമ്പറേച്ചർ ഒക്കെ പറയുന്നുണ്ടോ? ഇല്ല, ടെമ്പറേച്ചർ പറയുന്നില്ല, പ്രഷർ പറയുന്നില്ല. അവിടെ ഫ്രീക്വൻസി ഉണ്ട്, വേവ് ലെങ്ത്തും ഉണ്ട് അല്ലേ. എടാ ഈ വേവ് ലെങ്ത് മീഡിയത്തിന് ഡിപ്പെൻഡിങ് ആ, നിങ്ങൾ അവിടെ ആ ചാപ്റ്റർ തന്നെ പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ വേവ് ലെങ്ത് എന്തല്ല, ഫണ്ടമെന്റൽ അല്ല, അത് മാറും. അപ്പൊ ആൻസർ ഏതാ? ഫ്രീക്വൻസി കേട്ടോ. ഏതൊരു വേവിനെ സംബന്ധിച്ചോളം അതിന്റെ ഫ്രീക്വൻസിയാണ് അതിന്റെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ പ്രോപ്പർട്ടി, ക്വാണ്ടിറ്റി ഓർ പ്രോപ്പർട്ടി. അടുത്തത് മോഡൽ 2023 നമുക്ക് പോയി കഴിഞ്ഞാലോ, എസ്കേപ്പ് സ്പീഡ് ഓഫ് ഫ്രം ദ സർഫസ് ഓഫ് എർത്ത്. എർത്തിന്റെ സർഫസ് എന്നുള്ള എസ്കേപ്പ് സ്പീഡ് എത്ര? 11.2. കുറെ പേര് ആ വർഷം തെറ്റിച്ച ആൻസർ എന്താ അറിയോ? അവര് 11.2 എഴുതി, അതിനുശേഷം മീറ്റർ പെർ സെക്കൻഡ് എഴുതി. അല്ല, 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് കേട്ടോ. ഇതറിയാത്ത ആരെങ്കിലും ഉണ്ടായിരുന്നോ? തെറ്റിക്കരുത്, കിലോമീറ്റർ മീറ്റർ പെർ സെക്കൻഡ് അല്ല. ഇനി അടുത്ത, വിച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് കൺസേർവ്ഡ് ഇൻ ഓൾ ടൈപ്പ് ഓഫ് കൊളീഷൻ. എല്ലാ ടൈപ്പ് കൊളീഷനിലും കൺസേർവ്ഡ് ആയിട്ടുള്ള ഏതാ? യെസ്, ലീനിയർ മൊമെന്റം. ഒരാൾ കൂടി ഉണ്ടടാ, അതാർക്കെങ്കിലും അറിയോ? അതൊരു A+ സംഭവമാണ്. എടാ എല്ലാ കൊളീഷനും നമ്മൾ ലീനിയർ മൊമെന്റ് മാത്രമേ പഠിക്കുന്നുള്ളൂ, പക്ഷെ എല്ലാ കൊളീഷനിലും ബേസിക്കലി എന്താണ്? എൻറ്റയർലി മെക്കാനിക്കൽ എനർജി കൺസേർവ്ഡ് അല്ലേ. അപ്പൊ ലീനിയർ മൊമെന്റവും മെക്കാനിക്കൽ എനർജിയും, അതായത് ടോട്ടൽ മെക്കാനിക്കൽ എനർജി എന്തായിരിക്കും? കൺസേർവ്ഡ് ആയിരിക്കും കേട്ടോ മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ, റേഡിയസ് ഓഫ് കാപ്പിലറി ട്യൂബ് ഈസ് ഡബിൾഡ്, ഹൈറ്റ് ഓഫ് ദ കാപ്പിലറി റൈസ് വിൽ ബി. ആലോചിച്ചാൽ പോരെ മക്കളെ, അതിന്റെ ഇക്വേഷൻ വെച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റൂലേ? നിങ്ങൾ പഠിച്ചെന്താ കാപ്പിലറി റൈസിന്റെ എച്ചിന്റെ ഇക്വേഷൻ? 2t cos θ ഡിവൈഡഡ് ബൈ h rho g എന്നാ പഠിച്ചത്. ഇതല്ലെങ്കിൽ വേറെ ഫോർമാറ്റ് പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവാൻ പറ്റും, ആറ് അടിയിൽ എച്ചറടാ, ആറല്ലേ, മാറിപ്പോയി, 6 റോജിയാണ് അല്ലേ. റെഡി. അപ്പൊ h പ്രൊപ്പോർഷണൽ ടു 1/r. അപ്പോൾ ഇയാൾ കൂടുന്ന സമയത്ത് ഇയാൾ കുറയും. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചേ? റേഡിയസ് ഓഫ് കാപ്പിലറി ട്യൂബ്, ഇയാൾ 2 ടൈംസ് കൂടി, അപ്പൊ ഹൈറ്റ് എന്ത് ചെയ്യും? 2 ടൈംസ് കുറയും. 2 ടൈംസ് കുറയാന്ന് പറഞ്ഞ ഓപ്ഷൻ ഏതാ? h/2. അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാൽ പോരെ മക്കളെ, എടാ ട്യൂബിന്റെ വലിപ്പം കൂടി, അപ്പോൾ ആ കാപ്പിലറൈസ് കുറയല്ലേ. അപ്പോൾ എന്തായാലും ഈ 2h വരില്ല, ഡബിൾ ആവൂല, സെയിം ആവൂല, h/2 ഹാഫ് ആവുന്ന ഓപ്ഷൻ അല്ലേ. ഇത് കുറയും, പക്ഷെ ആ ഒരു കൺസെപ്റ്റ് വരുന്നില്ലല്ലോ. ഈക്വേഷൻ അറിയുന്നതിന് കാര്യങ്ങൾ കിട്ടും കേട്ടോ. അടുത്ത സ്റ്റേറ്റ് ട്രൂ ഓർ ഫോൾസ്, റസ്റ്റിംഗ് ഓഫ് അയൺ ഈസ് ഇറിവേഴ്സിബിൾ പ്രോസസ്. ഇതേത് ചാപ്റ്റർ ആണെന്ന് പോലും കുറേ പേർക്ക് അറിയാം. ഇതേതാ ചാപ്റ്റർ? ഒന്ന് വീഡിയോ ബോക്സ് ചെയ്ത് പറഞ്ഞാൽ ഇതേതാ ചാപ്റ്റർ? എടാ ഇത് തെർമോഡൈനാമിക്സിൽ റിവേഴ്സിബിളും ഇറിവേഴ്സിബിളും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു എക്സാമ്പിളാണ് ബേസിക്കലി. എടാ അയൺ റസ്റ്റ് ആപ്പിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ബേസിക്കലി ഇത് തെർമോഡൈനാമിക്സിന്റെ കൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തെന്നുള്ളൂ. ഇറിവേഴ്സിബിൾ പ്രോസസ് ആണ് കേട്ടോ. ദിസ് ഈസ് ട്രൂ. അത് ഒരിക്കലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റും, നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. സോ ദിസ് ട്രൂ, സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. അടുത്ത സൗണ്ട് എന്താണ്? സൗണ്ട് ഡയറക്റ്റ് ആണ്, നമുക്ക് ലോഞ്ചിറ്റ്യൂഡിലാണെന്ന് അറിയാം, ഒന്നും പറയാനില്ല. ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ്, യു നോ ഇറ്റ് ഈസ് ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്റ്റൻസ് എഴുതരുത്, ഡിസ്പ്ലേസ്മെന്റ് തന്നെ എഴുതണം. ഡിസ്റ്റൻസ് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് തരില്ല. അടുത്തത്, രണ്ട് വെക്ടേഴ്സ് വിൽ ബി പാരലൽ ഓർ പെർപെൻഡിക്കുലർ ഇഫ് ദ ക്രോസ് പ്രൊഡക്റ്റ് ബിറ്റ്വീൻ ദം ഈസ് 0. രണ്ടുപേരും തമ്മിലുള്ള ക്രോസ് പ്രൊഡക്റ്റ്. എടാ ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ A.B ആണോ A ക്രോസ് B ആണോ? ക്രോസ് എന്ന് പറഞ്ഞാൽ A ക്രോസ് B. ഇതെന്തായിരുന്നു? മാഗ്നിറ്റ്യൂഡ് എത്രയായിരുന്നു? AB സൈൻ തീറ്റ എന്നാ. റെഡി. അങ്ങനെ ഇത് 0 ആവണമെങ്കിലുള്ള കണ്ടീഷൻ എന്താ നോക്കടാ. ഈ എയും ബിയും അല്ല, ഈ സൈൻ തീറ്റന്റെ വാല്യൂ എന്താവണം? ഈ സൈൻ തീറ്റന്റെ വാല്യൂ 0 ആവണം അല്ലേ. 0 ആവണമെങ്കിൽ, അങ്ങനെയാണെങ്കിൽ സൈൻ തീറ്റന്റെ വാല്യൂ ഇപ്പോൾ 0 ആവുക. അങ്ങനെയാണെങ്കിൽ സൈൻ തീറ്റന്റെ വാല്യൂ 0 ആവണമെങ്കിൽ തീറ്റന്റെ വാല്യൂ 90 ഡിഗ്രി ആയിരിക്കണം അല്ലേ. 90 ഡിഗ്രി അല്ല, 0 ഡിഗ്രി. അയ്യോ, ഞാൻ പറഞ്ഞ വാല്യൂ തന്നെ മാറിപ്പോയി അല്ലേ. 0 ഡിഗ്രി അല്ലടാ വേണ്ടേ സൈന്. അപ്പൊ 0 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അവർ പാരലാണോ പെർപെൻഡിക്കുലർ ആണോ? ഇറ്റ് ഈസ് പാരലൽ. ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി കേട്ടോ.
ഡോട്ട് പ്രൊഡക്റ്റ് ആണെങ്കിൽ എന്താ ഇപ്പം തന്നെ മറ്റേതും കൂടി പഠിക്കും. അപ്പോൾ നമ്മളുടെ ഡോട്ട് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സ്കേലാർ പ്രൊഡക്റ്റ് 0 ആണെങ്കിൽ അവർ പെർപെൻഡിക്കുലർ ആണോ സ്കേലാർ ആണ്, പെർപെൻഡിക്കുലർ ആണോ പാരലൽ ആണ്. ഇപ്പം തന്നെ ഒന്ന് ആലോചിച്ചേ. അടുത്തത് മാർച്ച് 2022. നമുക്ക് ഇത് പൊതുവെ എളുപ്പമുള്ള ഒരു സെഷൻ ആയിരുന്നു. ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ദാറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ലൈറ്റ്. ഇത് ചാപ്റ്റർ നമ്പർ 1 ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ടായി, ഫിസിക്കൽ വേൾഡ് ഉണ്ടായിരുന്നു. അത് ഡിലീറ്റഡ് ആണ്. അതുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചാൽ ഇപ്പം ചോദിച്ചാൽ പോലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതായത് ഒപ്റ്റിക്സ് ആണടാ, ഒപ്റ്റിക്സ്. റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡെവലപ്ഡ് ഇൻ എ സ്പ്രിംഗ് എക്സ്റ്റെൻഡ് ബൈ എ ലെങ്ത് എക്സ്, എഫ് ഈസ് ഇക്വൽ ടു മൈനസ് കെ എക്സ്. ദ ഡയമെൻഷൻ ഫോർമുല ഓഫ് കെ ഈസ്. ഈ ഇക്വേഷൻ കെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റുക? കെ ഈസ് ഇക്വൽ ടു മൈനസ് എഫ് ബൈ എക്സ് എന്ന് എഴുതാൻ പറ്റുക. ഡയമെൻഷൻ നേരെ കൊടുത്തു നോക്ക്, എഫ് ബൈ എക്സ്. എടാ ഡയമെൻഷൻ എഴുതുമ്പോൾ മൈനസ് ഒന്നും ഉണ്ടാവില്ല, അപ്പം മൈനസ് നമുക്ക് എടുത്ത് കളയാം. ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്താ നിങ്ങൾ പഠിച്ചേ? എം എൽ ടി റേസ് ടു -2 ഡിവൈഡഡ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ് അല്ലേ. അപ്പോൾ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എൽ ആയിരിക്കും. എൽ. അപ്പോൾ ആരെ ക്യാൻസൽ ആവും? എൽ ക്യാൻസൽ ആയി. സോ ഫൈനൽ ആൻസർ വിൽ ബി എം ടി റേസ് ടു -2 എന്നാണ് ഡയമെൻഷൻ വരിക. സെറ്റ് അല്ലേ? അടുത്തത് ഇത് ജസ്റ്റ് ഒന്ന് കുട്ടികളെ വെള്ളം കൂടി, ഇതൊരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. വെക്ടർ എ പ്ലസ് വെക്ടർ ബിന്റെ മോഡ് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് വെക്ടർ എ മൈനസ് ബിന്റെ മോഡിന് ഈക്വൽ ആണെങ്കിൽ അവർക്കിടയിലുള്ള ആംഗിൾ എത്രയാണ്? അപ്പം എങ്ങനെയാണ് എഴുതാം? എടാ എ പ്ലസ് ബിന്റെ മാഗ്നിറ്റ്യൂഡ് റിസൾട്ടന്റ് എങ്ങനെയാണ് നിങ്ങൾ പഠിച്ചിരുന്നത്? യെസ്, റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ പഠിച്ചിട്ടുണ്ടല്ലോ. റെഡി. ഇനി എ മൈനസ് ബി എങ്ങനെയാണ് പഠിച്ചേ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab കോസ് തീറ്റ എന്നാ. അപ്പോൾ ഇത് രണ്ട് ഈക്വൽ ആണെന്നാ പറഞ്ഞത് അല്ലേ. ഇത് രണ്ട് ഈക്വൽ ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ രണ്ട് സൈഡ് നമുക്ക് സ്ക്വയർ ചെയ്യാം. ഞാൻ എന്താ ഇത് താഴോട്ട് എഴുതുന്നു കേട്ടോ. രണ്ട് സൈഡ് സ്ക്വയർ ചെയ്യുമ്പോൾ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റുക? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ ഈസ് ഇക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab കോസ് തീറ്റ അല്ലേ. ഇതല്ല പരിപാടി. ആരെയൊക്കെ ക്യാൻസൽ ആവും? എ സ്ക്വയർ അതെങ്ങനെ വരിക? ഇയാളങ്ങോട്ട് കൊണ്ടുവന്നാൽ മൈനസ് വരും, ക്യാൻസൽ ആയി പോകും. ഇയാൾ മൈനസ് ആവും, കട്ടാവും? ഇല്ല, ഇത് മൈനസ് അല്ലേ. അപ്പോൾ ഈ ടേം ഇങ്ങോട്ട് വരട്ടെ. അപ്പോൾ രണ്ടും കൂടി 2ab കോസ് തീറ്റയും പ്ലസ് 2ab കോസ് തീറ്റയും വരുമ്പോൾ 4ab കോസ് തീറ്റ ഈക്വൽ ടു 0. കാരണം RHS ആരും ഇല്ല. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കിക്കേ, 4 അല്ല, AB അല്ല, ഇവരൊന്നും 0 അല്ല. അപ്പോൾ ആര് 0 ആവണം? കോസ് തീറ്റ ഇനി 0 ആവണം. എടാ കോസ് തീറ്റ 0 ആവണമെങ്കിൽ തീറ്റന്റെ വാല്യൂ എന്തായിരിക്കണം? ഷുഡ് ബി ഈക്വൽ ടു 90 ഡിഗ്രി അല്ലേ. രണ്ടാൾക്കാരും പെർപെൻഡിക്കുലർ ആണെങ്കിൽ കോസ് 0 ഇത് ഡോട്ട് പ്രൊഡക്റ്റ് 0 ആവാ. അപ്പോൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അടുത്ത കേസ്, റൈറ്റ് ദ വാല്യൂ ഓഫ് എസ്കേപ്പ് വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്ട് ഫ്രം ദ സർഫസ് ഓഫ് എർത്ത് അല്ല 3 ആണ്. ചില ആൾക്കാർ 11.2 ഇത് തെറ്റിച്ചിട്ടുണ്ട്. അമിതാവേശത്തിൽ ഇറ്റ് ഈസ് 2.3, എർത്തിനേക്കാൾ കുറവാട്ടോ, 2.3 km/s. അപ്പോൾ എർത്തിൻ്റെത് 11.2, 3ൻ്റെത് 2.3 km/s ഉള്ളൂ. ഓർത്ത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, പിക്ക് ദ കറക്റ്റ് വണ്ണാ ചോദിച്ചത്. വെൻ ടെമ്പറേച്ചർ ഓഫ് ലിക്വിഡ് ഇൻക്രീസസ്, സർഫസ് ടെൻഷൻ മോനെ ഡിഗ്രീസ് അല്ലേ, ഒന്നും നോക്കാനില്ല. അടുത്ത്, എ ലൈറ്റ് ബോഡി ആൻഡ് ഹെവി ബോഡി ഹാവ്സ് ഈക്വൽ മൊമെന്റം, രണ്ടുപേർക്ക് ഈക്വൽ മൊമെന്റാ. വിച്ച് വൺ ഹാസ് ഗ്രേറ്റർ കൈനറ്റിക് എനർജി? ഇതിപ്പോൾ ഇത് കാൽക്കുലേറ്റ് അറിയില്ലെങ്കിലും അപ്പുറത്തോനോട് ചോദിച്ചെങ്കിൽ നിങ്ങൾക്ക് എഴുതാം, പക്ഷെ അങ്ങനെ പഠിക്കരുത് ഞാൻ പറയാം. കൈനറ്റിക് എനർജിയും ലീനിയർ മൊമെന്റും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ അതൊന്ന് ആലോചിച്ചേ. എടാ ലൈക്ക് അടിക്കാത്ത ഇതുവരെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ഒന്നും അടിക്കണം, ഒന്ന് പോയി ലൈക്ക് അടിക്കണേ. കെ ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m. ഇതാണ് കൈനറ്റിക് എനർജിയും ലീനിയർ മൊമെന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഈക്വൽ മൊമെന്റ് ആയതുകൊണ്ട് ഇത് കോൺസ്റ്റന്റ് അല്ലേ, നമുക്ക് ഒഴിവാക്കാം ഇക്വേഷൻ. ഈ 2ഉം കോൺസ്റ്റന്റ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുക? കെ പ്രൊപ്പോർഷണൽ ടു 1/m. അപ്പം മാസ് കുറയുന്ന ആൾക്കാണ് കൈനറ്റിക് എനർജി കൂടുക. സെറ്റ് അല്ലേ? അപ്പം മാസ് കുറഞ്ഞ ആൾക്കാണ് കൈനറ്റിക് എനർജി. അപ്പോൾ ആയിരിക്കും ലൈറ്റർ ബോഡി ഓർ ഹെവിയർ ബോഡി? ലൈറ്റ് ബോഡിക്ക് ആയിരിക്കും കൂടുതൽ കൈനറ്റിക് എനർജി ഉണ്ടാവുക. സെറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദ കേസ് ഓഫ് സ്റ്റേഷനറി വേവ്, ഇത് ഒന്ന് വീഡിയോ പോസ് ചെയ്ത് ഒന്ന് ഉത്തരം പറയാമോ? കുറെ പേര് തെറ്റിച്ചാണ്. വേവ്സ് എന്ന ചാപ്റ്റർ അറിഞ്ഞിട്ട് പോലും തെറ്റിച്ചിട്ടുണ്ട്. ഇത് സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതിടാ. ഇൻ ദ കേസ് ഓഫ് സ്റ്റേഷനറി വേവ്, ഡിസ്പ്ലേസ്മെന്റ് ഓഫ് പാർട്ടിക്കിൾ അറ്റ് പൊസിഷൻ ഓഫ് നോഡ് എന്നാ. അപ്പൊ സ്റ്റേഷനറി വേവ് ഒന്ന് വരയ്ക്കാം. നമുക്കൊരു സ്റ്റേഷനറി വേവ് വരയ്ക്കാം. ഇതുപോലൊരു സ്റ്റേഷനറി വേവ്, ഒരു സ്റ്റേഷനറി വേവ് വരച്ചു. എവിടെ നോഡ് ഉണ്ടാവുക? ഇതാണ് മോനെ നോഡ്. പാർട്ടിക്കിൾ എവിടെ ഉണ്ടാവുക? ആ നോഡിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പാർട്ടിക്കിൾ എപ്പോഴും എങ്ങനെ ഓസിലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെ വൈബ്രേറ്റ് ചെയ്യാതെ ഇങ്ങനെ ഈ രീതിയിലാണ് പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുക. എടാ നോഡിൽ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടോ?
ഇല്ല. നോഡിന്റെ കേസിൽ അവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്താ? 0 ആണ്. നോഡിൽ നോ ഡിസ്പ്ലേസ്മെന്റ് ഇല്ല നോഡിൽ. ഓക്കെ, അപ്പൊ എന്താണ്? പാർട്ടിക്കിളിന് കേട്ടോ, പാർട്ടിക്കിളിന് ഡിസ്പ്ലേസ്മെന്റ് ഇല്ല. അപ്പൊ എന്തായിരിക്കും? 0 ആണ്. അപ്പൊ ബേസിക്കലി നോഡിന്റെ ഡെഫിനേഷൻ തന്നെ അങ്ങനെയാണ്. പാർട്ടിക്കിളിന് 0 ഡിസ്പ്ലേസ്മെന്റ് ഉള്ള പോയിന്റുകൾ വിളിക്കുന്ന പേരാണ് നോഡ്സ്. ആന്റി നോഡ്സ് പറഞ്ഞാൽ പാർട്ടിക്കിളിന് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഉള്ള പോയിന്റ്സ് ആണ്. ക്ലിയർ ആയോ? അപ്പൊ 0 ആണ് ആൻസർ. അടുത്ത മോഡൽ 2020 കുറച്ചുകൂടി ബാക്കോട്. 1 ആങ്സ്ട്രോം എത്ര? വീണ്ടും ചോദിച്ചു. 1 ആങ്സ്ട്രോം എത്ര? 10⁻⁻10 ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് നൾ വെക്ടർ. നൾ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണോ? അല്ല, അത് യൂണിറ്റ് വെക്ടർ. മാഗ്നിറ്റ്യൂഡ് ഓഫ് നൾ വെക്ടർ 0 ആയിരിക്കും കേട്ടോ. ഒരു എക്സാമ്പിൾ കമന്റ് ചെയ്യാമോ? നൾ വെക്ടറിന്റെ എക്സാമ്പിൾ ആരെങ്കിലും കമന്റ് ചെയ്യാമോ? എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 2 മാർക്ക് ക്വസ്റ്റനിൽ നൾ വെക്ടർ റിപ്പീറ്റഡ് ആയി ചോദിക്കാറുണ്ട്. ഒരു എക്സാമ്പിൾ അടക്കം. അടുത്ത ഒരു ബസ് സഡൻലി മുന്നോട്ട് എടുക്കുകയാണ്, ഫോർവേഡ് പോവാണ്. പാസഞ്ചർ പുറകോട്ട് പോകും. അറിയാലോ ഇതെന്താന്നല്ല, ഇത് ന്യൂട്ടന്റെ ഏത് ലോ ആണ്? ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. ലോ ഓഫ് ഏരിയ. അതേതാ? ന്യൂട്ടൺ അങ്ങനെ ലോ പറയണം. അപ്പൊ അതെന്തായാലും അല്ല. സെക്കൻഡ് ലോ ആണ്. ലോ ഓഫ് ഇനേഷ്യ ആണോ? സെക്കൻഡ് ലോ. ചില ആൾക്കാർ സെക്കൻഡ് ലോ, ന്യൂട്ടന്റെ പേരൊക്കെ പറയുള്ളതുകൊണ്ട് സെക്കൻഡ് ലോ എന്ന്. എടാ, ഫസ്റ്റ് ലോന്റെ വേറെ പേരെന്താ? ലോ ഓഫ് ഇനേഷ്യ എന്നാ. എടാ, ഇനേഷ്യ കാരണല്ലേ ലോ ഓഫ് ഇനേഷ്യ ഓർ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ആണ് ഇത് വരുന്നത് കേട്ടോ. ന്യൂട്ടൺ ഫസ്റ്റ് ലോ ആണ് വരിക. അടുത്ത റേഷ്യോ ഓഫ്, ഇത് തെറ്റിച്ച് ഒരുപാട് പേര്. റേഷ്യോ ഓഫ് ടെൻസൈൽ സ്ട്രെസ്. എന്താ ടെൻസൈൽ സ്ട്രെസ്? ടെൻസൈൽ സ്ട്രെസ് ഡിവൈഡഡ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്നൊക്കെ പറഞ്ഞേ. അപ്പോൾ ചില ആൾക്കാർ അയ്യോ ഇങ്ങനത്തെ ഒരു സാധനം പഠിച്ചിട്ടേ ഇല്ല. എടാ മോനെ, ടെൻസൈൽ എന്ന് പറഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡിൽ തന്നെ കേട്ടോ. ടെൻസൈൽ എന്ന് പറഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡിനൽ ടൈപ്പാണ്. ലെങ്ത് കൂടുമ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സിനെ നമ്മൾ ടെൻസൈൽ എന്ന് വാക്ക് ഉപയോഗിക്കും. ലെങ്ത് കുറയുമ്പോൾ നമ്മൾ എന്താ വിളിക്കുക? കംപ്രസീവ് എന്ന് വിളിക്കും. സോ ടെൻസൈൽ എന്ന് കേട്ടാൽ ലോഞ്ചിറ്റ്യൂഡിൽ തന്നെയാണ്. ആരടാ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ? ഇറ്റ് ഈസ് യങ്സ് മോഡുലസ്. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. വർക്കിംഗ് ഓഫ് ഹൈഡ്രോളിക് ലിഫ്റ്റ് ഈസ് ബേസ്ഡ് ഓൺ പാസ്കൽസ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത് ചേഞ്ചിങ് സോളിഡ് ടു വേപ്പർ. സോളിഡിൽ നിന്ന് നേരെ വേപ്പറിലോട്ട് വിത്തൗട്ട് പാസിംഗ് ത്രൂ ലിക്വിഡ്. യു നോ ഇറ്റ്. സബ്ലിമേഷൻ. ഞാൻ പറഞ്ഞില്ലേ, സബ്ലിമേഷൻക്ക് ഒന്ന് പോകുമ്പോൾ 2 വർഷം 3 ക്വസ്റ്റ്യൻ ഇവിടെ വന്നു അല്ലേ ഓൾറെഡി കഴിഞ്ഞതിൽ. മൊമെന്റം എന്ത് ക്വാണ്ടിറ്റി? മൊമെന്റം ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി കേട്ടോ. സ്കെലാർ ക്വാണ്ടിറ്റി അല്ല, മൊമെന്റം വെക്ടർ ക്വാണ്ടിറ്റി. P = m × v. v എന്താണ്? വെക്ടർ ആണ് കേട്ടോ. അടുത്ത് വാട്ട് ഈസ് ദ അനലോഗസ് ഓഫ് മാസ് ഇൻ റൊട്ടേഷൻ? ഏതാ? മൊമെന്റ് ഓഫ് ഇനേഷ്യ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. പെർഫെക്റ്റ് ഗ്യാസ് ഇക്വേഷൻ. അതായത് പെർഫെക്റ്റ്. എടാ, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV = nRT എഴുതാം, ഓർ PV = nKBT എഴുതാം കേട്ടോ. ഏത് എഴുതാനും എഴുതാം, നിങ്ങൾക്ക് ഏത് എഴുതിയാലും മാർക്ക് കിട്ടും. ഇനി ആ വർഷം മാർച്ച് 2021 പോയി കഴിഞ്ഞാൽ ഔട്ട് ഓഫ് ദ ഇത് ഡിലീറ്റഡ് ടോപ്പിക് കേട്ടോ. ഫണ്ടമെന്റൽ, എന്നാലും അറിഞ്ഞു വെച്ചോ, ഫണ്ടമെന്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ വിച്ച് ഈസ് ദ വീക്കസ്റ്റ് ഫോഴ്സ്. അത് നിങ്ങൾ പഠിക്കുന്നുണ്ട്. ശരിക്കും ഇത് ഡിലീറ്റഡ് അല്ല. നിങ്ങൾക്ക് ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉള്ളിൽ പഠിക്കുന്നുണ്ട്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ഫണ്ടമെന്റലിൽ ഏറ്റവും വീക്കസ്റ്റ് കേട്ടോ. സോ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്റർ ഉണ്ട്. അപ്പൊ ഡിലീറ്റഡ് ആണെന്ന് വെച്ചാൽ ഒഫീഷ്യലി ഡിലീറ്റഡ് ഒന്നല്ല, ഇത് ഗ്രാവിറ്റേഷനിൽ പെടുത്തിയാൽ പോരെ. മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. റെഡി. അടുത്തത് ദ മൊമെന്റ് ഓഫ് ലീനിയർ മൊമെന്റം. കുറെ പേര് തിരിച്ച് മൊമെന്റ് ഓഫ് ലീനിയർ മൊമെന്റം. കുട്ടിക്ക് മൊമെന്റ് ഓഫ് എന്ന് പറഞ്ഞാൽ നേരെ ചാടി കയറിയിട്ട് ഒന്നെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ അല്ലെങ്കിൽ ടോർക്ക്. എടാ, ലീനിയർ മൊമെന്റത്തിന്റെ റൊട്ടേഷൻ അനലോഗ് ആംഗുലാർ മൊമെന്റം. അത്രേ ഉള്ളൂ. ആംഗുലാർ മൊമെന്റം ഇത്ര എഴുതിയാൽ മതി. അടുത്ത് അക്കോർഡിംഗ് ടു കൈനറ്റിക് തിയറി വാട്ട് ഈസ് ദ പ്രഷർ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ? ഐഡിയൽ ഗ്യാസ് മോളിക്യൂളിന്റെ പ്രഷർ ഓഫ് ഐഡിയൽ ഗ്യാസ് മോളിക്യൂൾ ഇക്വേഷൻ അല്ലേ. ഐഡിയൽ ഗ്യാസ് മോളിക്യൂളിന്റെ പ്രഷറിന്റെ ഇക്വേഷൻ നമുക്ക് ഡെറിവേഷൻ ഒക്കെ പഠിക്കാനുണ്ടായിരുന്നു അല്ലേ. എന്താ ഇക്വേഷൻ? P = 1/3 mn/v അല്ലെങ്കിൽ nm. നിങ്ങൾ അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. nm/v/rms². ഇവിടുത്തെ ടേംസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സ്മോൾ ലെറ്റർ എന്ന് പറഞ്ഞാൽ ആരാന്ന് ഒന്ന് കമന്റ് ചെയ്യണേ. വെരി ഇമ്പോർട്ടൻറ്റ്. ചിലപ്പോൾ ടേം എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. ഈ സ്മോൾ ലെറ്റർ എന്ന് നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണോ അല്ലെ നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ എന്തെങ്കിലും ആണോ? എന്താണ്? ഒന്ന് കമന്റ് ചെയ്യണേ. ഈ സ്മോൾ ലെറ്റർ ടൈം സ്റ്റാമ്പ് കൊടുത്തിട്ട് കമന്റ് ചെയ്യണം. അപ്പോൾ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവും. ഇനി കുറച്ച് ഒരു വർഷം കൂടി പുറകോട്ട് പോകാം. Which of the following is the fundamental force in nature binds protons and neutron in a nucleus? ഒരു ന്യൂക്ലിയസിൻ്റെ അകത്ത് ബൈൻഡ് ചെയ്യുന്ന നിലവിൽ ഡിലീറ്റഡ് ആണ്. അത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണെന്ന് അറിഞ്ഞു വെക്കാം. വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇത് നമ്മളെ ഡിസ്പ്ലേസ്മെന്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. ഈ വർഷം നിങ്ങൾക്ക് കുറെ പേർക്ക് ആ ഡിസ്പ്ലേസ്മെന്റിന്റെ ഭാഗത്തൊക്കെ കുറച്ച് കൺഫ്യൂഷൻ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു സാധനം നിങ്ങൾ നോക്കിക്കോ. 4 എന്ത് ചെയ്തിട്ടുണ്ട്? കോർഡിനേറ്റ്സ് അവർ തന്നിരിക്കുന്നത്.
എക്സ് ആക്സിസിലെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. അതിൽ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് തരുന്ന ഏതാണ്? എടാ -10 മുതൽ +15 വരെ. എടാ ഒരു നമ്പർ ലൈൻ വരച്ചു നോക്കുക. ഇവിടെ അല്ല 0, -10 എവിടെ ആയിരിക്കും? ഇവിടെയാണ് -10, +15 ഇങ്ങോട്ടല്ലേ, +15 ഇങ്ങോട്ടല്ലേ. അപ്പൊ -10 +15 ഇങ്ങോട്ട് വന്നാൽ ഡെഫിനിറ്റ്ലി എന്തായിരിക്കും? പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും അല്ലേ. ഇപ്പൊ ബാക്കി കേസ് ഒക്കെ നോക്ക്, ഇത് നോക്കി നോക്ക്. -5 എന്ന് പറഞ്ഞാൽ ഇവിടെ, -12 എന്ന് പറഞ്ഞാൽ ഇവിടെ, അപ്പൊ ഇങ്ങോട്ടല്ല, അപ്പൊ എന്തായാലും നെഗറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് അല്ലേ. സോ ഒന്നാമത്തെ തന്നെയാണ് ആൻസർ. ബാക്കിയുള്ളൊന്ന് ജസ്റ്റ് ചുമ്മാ ഒന്ന് മെന്റലി ഇമേജ് ചെയ്താൽ മതി കേട്ടോ, വരയ്ക്കൊന്നും വേണ്ട. ബാക്കി എല്ലാം നെഗറ്റീവ് ആയിരിക്കും കേട്ടോ. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. ഫസ്റ്റ് ലോ എന്താ പറയുന്നത്? എനർജി ആണോ? അല്ലടാ. ഫസ്റ്റ് ലോ ഇനേഷ്യനെ പറ്റിയിട്ടാണ് പറയുന്നത്. ലോ ഓഫ് ഇനേഷ്യ. റൊട്ടേഷൻ അനലോഗ് ഓഫ് ഫോഴ്സ് ഒന്നും പറയാനില്ല, ടോർക്കാണ്. യങ്സ് മോഡുലസ് ഓഫ് റബ്ബർ ഈസ് ഗ്രേറ്റർ ദാൻ സ്റ്റീൽ അല്ല, ലെസ് ദാൻ ദാറ്റ് ഓഫ് സ്റ്റീൽ. സ്റ്റീലിനാണ് റബ്ബറിനേക്കാൾ യങ്സ് മോഡുലസ് ഉള്ളത് കേട്ടോ. അതുകൊണ്ടാണ് സ്റ്റീൽ ഈസ് മോർ ഇലാസ്റ്റിക് ദാൻ റബ്ബർ എന്ന് പറയുന്നത്. അപ്പോൾ ലെസ് ദാൻ സ്റ്റീലാണ്. ഇനി മോഡലിലേക്ക് കുറച്ചുകൂടി ബാക്കോട്ട് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫോഴ്സ് ഹാസ് ഷോർട്ടസ്റ്റ് റേഞ്ച് ഓഫ് ഓപ്പറേഷൻ? അത് ന്യൂക്ലിയർ ഫോഴ്സ്. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക, നിലവിൽ ഡിലീറ്റഡ് ആണ്. എന്ന് വെച്ചാൽ ചോദ്യം വരില്ല എന്ന് പറയും. കാരണം ഇത് ടീച്ചേഴ്സ് പൊതുവെ നിങ്ങൾ സ്കൂളിലെ ടീച്ചേഴ്സ് എല്ലാവരും പഠിപ്പിച്ചിട്ടില്ല, പഠിപ്പിക്കാതെ വെക്കാൻ ചാൻസ് ഇല്ല. പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ മാത്രം ഒന്ന് വീഡിയോ ടൈം സ്റ്റാമ്പ് ഇട്ടിട്ട് ഇല്ല എന്ന് പറയണേ. ഇനി അടുത്ത് യൂണിഫോം സർക്കുലർ. ഇത് കുറേ പേര് തെറ്റിച്ചിട്ടുണ്ട്. യൂണിഫോം സർക്കുലർ മോഷനിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡസ് നോട്ട് റിമെയിൻ കോൺസ്റ്റന്റ്? കോൺസ്റ്റന്റ് അല്ലാത്തത് ഏത്? സ്പീഡ്. യൂണിഫോം സർക്കുലർ മോഷനിൽ സ്പീഡ് എന്താണ്? കോൺസ്റ്റന്റാ. അപ്പൊ അതല്ല ആൻസർ. അടുത്തത് കൈനറ്റിക് എനർജി. ½ mv². വെലോസിറ്റി ആണ് എടുക്കുക, അല്ല സ്പീഡാണ് എടുക്കുക. അയാൾ എന്താണ്? സ്കേലാർ ക്വാണ്ടിറ്റി. അപ്പോൾ യൂണിഫോം സർക്കുലർ മോഷനിൽ സ്പീഡ് കോൺസ്റ്റന്റ് തന്നെ, കൈനറ്റിക് എനർജി കോൺസ്റ്റന്റ് ആയിരിക്കും. ലീനിയർ മൊമെന്റം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. യൂണിഫോം സർക്കുലർ മോഷനിലാണെങ്കിലും ഈ ഒരു പോയിന്റിൽ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. ഈ പോയിന്റിൽ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഇങ്ങോട്ട്. എടാ വെലോസിറ്റിന്റെ ഡയറക്ഷൻ മാറുന്നുണ്ട്, മാഗ്നിറ്റ്യൂഡ് മാറുന്നില്ല, പക്ഷേ ഡയറക്ഷൻ മാറുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ വെലോസിറ്റി മാറുന്നുണ്ട്. ലീനിയർ മൊമെന്റം നമ്മൾ എന്താ പഠിച്ചത്? ലീനിയർ മൊമെന്റം വെക്ടർ പി =mv എന്നാ അല്ലേ. അപ്പം v മാറുന്നുണ്ടെങ്കിൽ പിയും മാറും. ഇയാളെ വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അപ്പം ലീനിയർ മൊമെന്റ് കേട്ടോ. ആംഗുലർ മൊമെന്റം, ആംഗുലർ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. ആംഗുലർ വെലോസിറ്റി ഒരു യൂണിഫോം സർക്കുലർ മോഷൻ എന്തായിരിക്കും? ഡെഫിനറ്റ്ലി കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ഇറ്റ് ഈസ് ലീനിയർ മൊമെന്റം. അടുത്തത് കിലോ വാട്ട് അവർ. ഇതും ഒരുപാട് പേര് തെറ്റിച്ച് വെച്ചാൽ കിലോ വാട്ട് കണ്ടപ്പോൾ അവർ നേരെ പോയി പവർ കിട്ടി. ഇറ്റ് ഈസ് എ യൂണിറ്റ് ഓഫ് എനർജി. കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് എനർജി ആണ് കേട്ടോ. കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി. നമ്മുടെ വീടുകളിലൊക്കെ വൈദ്യുതിയുടെ യൂസ് മെഷർ ചെയ്യാറില്ലേ, അത് ഇതിലാട്ടോ, കിലോ വാട്ടിലാണ് കേട്ടോ. റെഡി. അടുത്തത് ബെർണോളിസ് തിയറം ഈസ് ബേസ്ഡ് ഓൺ. കുട്ടികൾ ഇത് എന്ത് എഴുതുന്ന ആലോചിക്കുക. എടാ കൺസർവേഷൻ ഓഫ് മാസും ഉണ്ട്, കൺസർവേഷൻ ഓഫ് എനർജി ഉണ്ട്. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി, കൺസർവേഷൻ ഓഫ് മാസ. ബെർണോളി ഏതാ? കൺസർവേഷൻ ഓഫ് എനർജി ആണ് കേട്ടോ, മാറിപ്പോവരുത്. മാസ്, കണ്ടിന്യൂറ്റി, എനർജി, ബെർണോളി. റൈറ്റ് മേയേഴ്സ് റിലേഷൻഷിപ്പ് ഇൻ കണക്ടിങ് സ്പെസിഫിക് കപ്പാസിറ്റി ആൻഡ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. എന്താ മേയേഴ്സ് റിലേഷൻഷിപ്പ്? CP - CV = R. CP - CV = R. എടാ CP ആരാ CV ആരാ? ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്ത് തന്നാ ചോദിച്ചേ. CP എന്ന് പറഞ്ഞാൽ മോളാർ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. CV എന്ന് പറഞ്ഞാൽ മോളാർ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് =R. R എന്ന് പറഞ്ഞാൽ ഏതാ? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. ബാക്കോട്ട് 2019 പിറകോട്ട് പോകട്ടോ. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് സ്ട്രോങ്ങർ ദാൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അല്ല, ഞാൻ പറഞ്ഞു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ഏറ്റവും വീക്കസ്റ്റ് ഇയാളാ. ആണോ? അപ്പോൾ ഇത് ശരിയല്ലേ? അപ്പോൾ ഇയാൾ എന്താ? വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് സ്ട്രോങ്ങർ ആണ്. അപ്പോൾ ദിസ് ഈസ് ട്രൂ. ഇയാൾ ഏറ്റവും വീക്കറാണ്. അപ്പോൾ അതിനേക്കാൾ സ്ട്രോങ്ങർ ആയിരിക്കില്ല ന്യൂക്ലിയർ. അപ്പോൾ ഇയാൾ എന്താണ്? ട്രൂ. കുറേ പേര് ഈ വീക്ക് കണ്ടപ്പോൾ എല്ലാം വിചാരിച്ചു. അല്ല, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ഏറ്റവും വീക്കസ്റ്റ് കേട്ടോ. അടുത്തത് പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എ 2 ഒബ്ജക്ട് A and B ആർ ഷോൺ ബിലോ. അറ്റ് വാട്ട് ടൈം ദ ഒബ്ജക്ട് മീറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ടുപേരും മീറ്റ് ചെയ്യണമെങ്കിൽ രണ്ടുപേരെ പൊസിഷൻ ഈക്വൽ ആയിരിക്കണം. അപ്പോൾ രണ്ടുപേരെ പൊസിഷൻ ഈക്വൽ ആയിട്ടുള്ള പോയിന്റ് ഏതാ? ഇത്. അതിന് കറസ്പോണ്ടിങ് ടൈം എത്ര? 3. സോ ആൻസർ ഈസ് 3 സെക്കൻഡ്. അപ്പോൾ ചില ആൾക്കാർ ഇത് കണ്ടിട്ട് ഗ്രാഫൊക്കെ വിചാരിച്ച് വെറുതെ ചുമ്മാ എന്തോ വിചാരിച്ചു. എടാ രണ്ടുപേരും മീറ്റ് ചെയ്യണമെങ്കിൽ അവരുടെ എന്തായിരിക്കണം? അവരുടെ പൊസിഷൻസ് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഏതാ? ഒന്നും നോക്കാനില്ല. അടുത്ത ക്വസ്റ്റ്യൻ. റൈറ്റ് എനി 2 പ്രോപ്പർട്ടീസ് ഓഫ് കൺസർവേറ്റീവ് ഫോഴ്സ്. എത്ര പ്രോപ്പർട്ടി നിങ്ങൾക്ക് എഴുതാൻ പറ്റും? വീഡിയോ പോസ് ചെയ്ത് ഒന്ന് കമന്റ് ചെയ്യോ, ഒന്ന് ആലോചിക്കുക. എടാ ലൈക്ക് അടിക്കാത്തവരുണ്ട്, ഒന്ന് ലൈക്ക് അടിക്കണം. ഇപ്പം വീഡിയോ എക്സിറ്റ് ഒന്ന് ഫുൾ സ്ക്രീൻ ആക്കിയിട്ട്. കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ ചെയ്തിട്ട് കാര്യമില്ല, പ്രോപ്പർട്ടിയാണ് ചോദിച്ചത്. ഒന്നെന്താണ്? സൈക്ലിക് പ്രോസസ്സിൽ ഇവരെ വർക്ക് ഡൺ എന്തായിരിക്കും? 0. മറ്റൊന്നെന്താ? ഇനീഷ്യൽ പോയിന്റിനും ഫൈനൽ പോയിന്റിനെയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ഫൈനൽ പോയിന്റിനെയും അല്ലെങ്കിൽ പൊസിഷനെയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. പാത്ത് ഡിപ്പെൻഡ് ആണോ? പാത്ത് ഇൻഡിപെൻഡന്റ് ആണ്. ഡിപ്പെൻഡന്റ് ആരാ?
നോൺ കൺസർവേറ്റീവ് കേട്ടോ. റെഡി. അപ്പോൾ ഇത് എക്സാമ്പിൾ കൺസർവേറ്റീവ് ഫോഴ്സിന്റെ എക്സാമ്പിൾ 2 മാർക്ക് സെഷനിൽ വരാറുണ്ട്. സ്പ്രിംഗ് ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒക്കെ എക്സാമ്പിളാണ്. സ്റ്റേറ്റ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. വേം പറ നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്ന ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാ ഒന്ന് ആലോചിച്ച് നോക്ക്. സ്റ്റേറ്റ്മെന്റ് പറ. ഇതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്ക് ഡിസ്കസ് ചെയ്യുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. എല്ലാവർക്കും ഇതിന്റെ ഇക്വേഷൻ അറിയാം. നമ്മൾ ഒരു സിസ്റ്റത്തിന് എനർജി കൊടുത്താൽ അത് 2 കാര്യങ്ങൾക്കാണ് യൂസ് ചെയ്യുക. എന്തിനൊക്കെയാ? അതിന്റെ ഇന്റേണൽ എനർജി കൂട്ടാനും പിന്നെ വർക്ക് ചെയ്യാനും. അപ്പൊ അതൊന്ന് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മക്കളൊന്ന് പറഞ്ഞേ. ഇത് സ്റ്റേറ്റ്മെന്റ് ആ ചോദിച്ചാൽ സ്റ്റേറ്റ്. അപ്പൊ ഇക്വേഷൻ എഴുതിയാൽ മതിയോ? പോരാ. ഇക്വേഷൻ എഴുതിയാൽ ചിലപ്പോൾ 1/2 മാർക്കൊക്കെ തരും. അപ്പോൾ ഇതൊന്ന് എഴുതി നോക്കും കേട്ടോ. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യട്ടോ.